ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് മാറ്റിവെച്ചതിന് പിന്നിൽ ദുരൂഹത. ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നതിന് മുമ്പ് തടസ്സ ഹർജിയുമായി എത്തിയ അപേക്ഷകൻ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും കോടതി കയറാനുമാണ് സാധ്യത. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഇന്നലെ രാവിലെ 11 മണിക്കാണ് ഉത്തരവ് പറയാനിരുന്നത്. അതിന് തൊട്ടു മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 10:58-ന് ഇമെയിൽ മുഖാന്തരം ഒരു ഹർജി വരുന്നു. ഹർജിക്കാരൻ ഇപ്പോഴും അജ്ഞാതൻ. അപ്പീലിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 2ാം അപ്പീൽ താനും തന്നിരുന്നു. മറ്റൊരു ബെഞ്ചാണ് തന്റെ ഹർജി പരിഗണിച്ചത്. എന്നാൽ തന്റെ ഭാഗം കേട്ടിട്ടില്ല. അതിനാൽ അബ്ദുൽ ഹക്കീമിന്റെ ബെഞ്ച് തന്റെ വാദം കേൾക്കണം. ഉത്തരവ് മറ്റ് അപേക്ഷകർക്കൊപ്പം തനിക്കും നൽകണം. ഇത് പരിഗണിച്ചാണ് ഇന്നലത്തെ ഉത്തരവ് മാറ്റിവെച്ചതെന്നാണ് വിവരാവകാശ കമ്മീഷന്റെ വിശദീകരണം. ഇവിടെ പ്രധാനമായും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, അജ്ഞാതനായ ഈ ഹർജിക്കാരൻ ആരാണ്? മറ്റ് അപേക്ഷകരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയുമ്പോൾ ഇയാൾ മാത്രം അജ്ഞാതനായി തുടരുന്നത് എങ്ങനെ? മാത്രമല്ല, ഉത്തരവ് പുറപ്പെടുവിക്കാൻ 2 മിനിറ്റ് മാത്രമുള്ളപ്പോൾ എങ്ങനെ ഇയാൾ പ്രത്യക്ഷപ്പെട്ടു? 2, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അജ്ഞാതന്റെ ഹർജി മാത്രം എന്തുകൊണ്ട് മറ്റൊരു ബെഞ്ചിന് വിട്ടു? അബ്ദുൽ ഹക്കീമിന്റെ ബെഞ്ചിലേക്ക് വിടാതെ പിടിച്ചുവെച്ചത് ആരാണ്? സാധാരണക്കാരന്റെ അറിയാനുള്ള അവകാശത്തിനായി നിൽക്കുന്ന വിവരാവകാശ കമ്മീഷൻ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തത നൽകിയേ മതിയാവൂ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രിയാണ് പിറ്റേന്ന് 11 മണിക്ക് ഉത്തരവ് വരുമെന്ന വിവരം പുറത്തറിയുന്നത്. അതായത്, ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാനുള്ള സമയം പോലും പലർക്കും ലഭിച്ചില്ല. ഇനി അങ്ങനെയല്ല കാര്യങ്ങളെങ്കിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ പലർക്കും കോടതിയെ സമീപിക്കാം. അതായത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും നിയമ പോരാട്ടങ്ങൾ ആരംഭിക്കുമെന്ന് വ്യക്തം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.